കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. കോഡ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ നിയമത്തിലെ വിവാദ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതിനായി കേന്ദ്രം തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സംയുക്ത കിസാൻ മോർച്ചയും സംയുക്ത തൊഴിലാളി യൂണിയനും അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക പ്രതിഷേധം. തൊഴിൽ നിയമങ്ങൾ കോർപ്പറേറ്റ് അനുകൂല കോഡുകളാക്കി മാറ്റാനാണ് BJP ശ്രമമെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഡൽഹി ജന്തർ മന്ദറിൽ INTUC, CITU, AITUC അടക്കമുള്ള സംഘടനകളാണ് സംയുക്തമായി പ്രതിഷേധിച്ചത്. സർവീസ് സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഈ ലേബർ കോഡ് വന്നതോടുകൂടി BJPയും അതുപോലെ നരേന്ദ്രമോദി സർക്കാരും പറയുന്നത് പൂർണ്ണമായും നുണയാണ്, തെറ്റാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്നുള്ളത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ പ്രാധാന്യം. UP, ഹരിയാന, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത്, അസം, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മലപ്പുറത്ത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. എതിർപ്പുന്നയിച്ച യൂണിയനുകളോട് ചർച്ച നടത്താനും നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടാനും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തയ്യാറാകുന്നുവെന്നാണ് വിവരം. 26 തൊഴിൽ നിയമങ്ങൾ പൊളിച്ചാണ് കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ 4 ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനമടക്കം നിയന്ത്രിക്കുന്ന ലേബർ കോഡ് വൻകിട കമ്പനികളുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതെന്നാണ് പ്രധാന വിമർശനം. ലേബർ കോഡ് പിൻവലിക്കുകയോ കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം. അതുൽ ചന്ദ്രനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.